വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. പുലാവാണ് ചെയ്യുന്നത്. അതായത് ഗ്രീൻ പീസ് കൊണ്ട് എളുപ്പത്തിലൊരു റൈസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളുടെ ഒപ്പം കഴിക്കാവുന്നതാണ്. ഒരു ലഞ്ച് ബോക്സ് ഡിഷായിട്ട് വരെ നിങ്ങൾക്കിത് കൊടുത്തു വിടാം. പുലാവ് തയ്യാറാക്കാനായിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണിനോളം അടുപ്പിച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് പട്ട ഇട്ട് കൊടുക്കാം. അതേപോലെ ഏലക്ക ചേർക്കാം. ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുക. എനിക്ക് ഞാനൊരു കറുത്ത ഏലക്കയാണ് ചേർക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. അതേപോലെ ഒരു 5 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. സ്റ്റാർ അനീസ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു ബേ ലീഫ്. ിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ചേർക്കുന്നത്. ഇതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. 1 കപ്പാണ് ചേർത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് ഒരു 2.25 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പം അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഞാൻ ഒന്നുകൂടെ ഒന്ന് കുറച്ചിട്ടുണ്ട്. ബട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിം അല്ല. ഗ്രീൻ പീസ് പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ സെർവ് ചെയ്യുക. അതായത് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പാലക് പനീർ അതുപോലെ നോൺ വെജ് കറികളും ഒക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.